സ്റ്റാർട്ട് ലൈഫ് ബ്ലോഗിൽ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പഠിച്ചു എങ്ങനെ അരിത്മെറ്റിക് മീൻ കാണാം, അവയുടെ പ്രോപ്പർട്ടീസ് എന്താണ്, അതുപോലെ വെയ്റ്റഡ് മീൻ എങ്ങനെ കാണാം, ഇവയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ അതൊക്കെ പഠിച്ചത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് കമ്പൈൻഡ് അരിത്മെറ്റിക് മീൻ. എങ്ങനെ കമ്പൈൻഡ് അരിത്മെറ്റിക് മീൻ കാണാം, എന്താണ് കമ്പൈൻഡ് മീൻ അല്ലെങ്കിൽ കമ്പൈൻഡ് ആവറേജ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് മീൻ എന്താണെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, മീൻ കാണാൻ നമ്മൾ പഠിച്ചു. അപ്പൊ കമ്പൈൻഡ് മീൻ അല്ലെങ്കിൽ കമ്പൈൻഡ് ആവറേജ് എന്താണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2 ക്ലാസ് ഉണ്ട് വിചാരിച്ചു സ്കൂളിൽ. അപ്പൊ 2 ക്ലാസ്സിലും 60 കുട്ടികളും ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിന്റെ ആവറേജ് നമുക്ക് കിട്ടി. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കിന്റെ ആ ക്ലാസ്സിലെ ആവറേജ് മാർക്സ്, ആവറേജ് സെൻട്രൽ വാല്യൂ ആണ്. അപ്പൊ ആവറേജ് അല്ലെങ്കിൽ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്ലാസ്സിന്റെ മീൻ കിട്ടി, രണ്ടാമത്തെ ക്ലാസ്സിന്റെ മീനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയേണ്ടത് 2 ക്ലാസ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികളുടെ മാർക്കിന്റെ ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ ആ 2 ആവറേജ് കൂടി കമ്പയർ ചെയ്താൽ മതി. ഇവിടെ 50 കുട്ടികളായിരിക്കാം. ഒന്നാമത്തെ ക്ലാസ്സിൽ 50 കുട്ടികളാണ്, രണ്ടാമത്തെ ക്ലാസ്സിൽ 60 കുട്ടികളാണ്. കുട്ടികളുടെ എണ്ണമൊക്കെ മാറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഏത് രീതിയിലായാലും നമുക്ക് എങ്ങനെ കമ്പൈൻഡ് മീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആവറേജ് കിട്ടും. ആ ടോട്ടൽ 110 കുട്ടികളുടെ ആവറേജ് മാർക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പൈൻഡ് മീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ മീൻ കാണാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഓരോ ക്ലാസ്സുകളും തുടർച്ചയായിട്ട് പോരുന്ന സംഭവമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു ഓർഡറിൽ പോകണം. മുമ്പത്തെ എടുത്ത ക്ലാസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പോഴേ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും ഒക്കെ കുട്ടികൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ബുദ്ധിമുട്ടാവാൻ കാരണം അതിന്റെ ബേസ് അറിയണം. അപ്പൊ ഞാൻ ഈ കമ്പൈൻഡ് അരിത്മെറ്റിക് മീൻ പഠിക്കാൻ വന്ന ഒരു കുട്ടിക്ക് അരിത്മെറ്റിക് മീൻ എന്താണെന്ന് അറിയാത്ത ഒരു കുട്ടി ക്ലാസ് കേട്ടിട്ട് ഒരു കാര്യമില്ല. ഇതാണ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ഒക്കെ ഉള്ള പ്രശ്നം. പ്രോബ്ലം ഉള്ള ഏത് അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികളായാലും ഈ പ്രോബ്ലം ഒക്കെ എന്തായാലും അതിനൊരു ബേസ് ഉണ്ടാവും. ആ ബേസ് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ അത് നമ്മൾ ക്ഷമയോടുകൂടി പഠിക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെ വളരെ ഈസിയാണ്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കമ്പൈൻഡ് മീൻ ആണ്. അപ്പൊ അതിന്റെ ഫോർമുല നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് x1 bar x2 bar ആർ ദ മീൻസ് ഓഫ് 2 ഗ്രൂപ്പ്സ്. ഇപ്പൊ 2 ഗ്രൂപ്പ്സ് ഉണ്ടാവും, 2 3 ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പൊ 2 ഗ്രൂപ്പ്സിന്റെ നമ്മളൊരു ഫോർമുലയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ 2 ക്ലാസ് റൂം എന്ന് പറഞ്ഞ പോലെ 2 ഗ്രൂപ്പ്സിന്റെ അപ്പൊ 2ന്റെ ആവറേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, x1 bar x2 bar. അപ്പൊ ഓരോ ഗ്രൂപ്പ്സിലും ആൾക്കാരുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിന് നമ്മൾ n1 n2 എന്ന് വിളിക്കും. ഇങ്ങനെയാണെങ്കിൽ ദ മീൻ ഓഫ് കമ്പൈൻഡ് ഗ്രൂപ്പ് ഓഫ് n1 plus n2. ടോട്ടൽ ആ 2 ഗ്രൂപ്പിന്റെ ടോട്ടൽ ആൾക്കാരുടെ ആവറേജ് എന്ന് പറയുന്നത് x bar is equal to എന്താണ് ഫോർമുല, n1 x1 bar plus n2 x2 bar ഡിവൈഡ് ബൈ ഇനി ടോട്ടൽ എന്താണ് n1 plus n2. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോർമുല. ഇത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ഇപ്പൊ ഒന്നാമത്തെ ക്ലാസ്സിന്റെ ടോട്ടൽ കാണാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് ബാർ അല്ലേ. അപ്പൊ ഒന്നാമത്തെ ക്ലാസ്സിന്റെ ടോട്ടൽ സിഗ്മ x1 ആണിത്. രണ്ടാമത്തെ ക്ലാസ്സിന്റെ ടോട്ടലാണ് n2 x2 ബാർ. അപ്പൊ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ആകെ ആൾക്കാരായി അല്ലേ. ആ 2 ക്ലാസ്സിലെയും കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികളുടെ ക്ലാസ് ആണിത്, രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികളുടെ ക്ലാസ് ആണ്. അപ്പൊ ആ 2ന്റെ ടോട്ടൽ നമുക്ക് കിട്ടി. പിന്നെ ആകെ എത്ര കുട്ടികളാണ് ഉള്ളത്? 2 ക്ലാസ്സിലെ എണ്ണം നോക്കിയാൽ മതി. ആദ്യത്തെ ക്ലാസ്സിൽ 50 കുട്ടികളും രണ്ടാമത്തെ ക്ലാസ്സിൽ 60 കുട്ടികളും. ഇത് കൂട്ടാം. അപ്പൊ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ശരിക്കുള്ള കമ്പൈൻഡ് കിട്ടും. കമ്പൈൻഡ് എക്സ് ബാർ കാണാനുള്ള ഫോർമുല n1 x1 bar plus n2 x2 bar ഡിവൈഡ് ബൈ n1 plus n2. ഇനി ഇതുപോലെ മൂന്നാമത്തെ ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ n3 plus n3 x3 bar ഡിവൈഡ് ബൈ n1 plus n2 plus n3 എന്നാവും. ഇതുപോലെ എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കമ്പൈൻഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാം. ദ മീൻ സ്കോർ ഒബ്റ്റെയിൻഡ് ഇൻ ആൻ എക്സാമിനേഷൻ ബൈ എ ഗ്രൂപ്പ് ഓഫ് 100 സ്റ്റുഡൻസ് വാസ് ഫൗണ്ട് ടു ബി 50. അപ്പോൾ 100 ഗ്രൂപ്പ് ഉള്ള കുട്ടികളുടെ എക്സാമിനേഷന്റെ ആവറേജ് മാർക്ക് അല്ലെങ്കിൽ മീൻ എന്താണ് 50 ആണ്. ദ മീൻ ഓഫ് സ്കോർസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ സെയിം എക്സാമിനേഷൻ ബൈ അനദർ ഗ്രൂപ്പ് ഓഫ് 200. അപ്പൊ മറ്റൊരു 200 കുട്ടികളുടെ ഇതുപോലെ എക്സാം നടത്തിയിട്ട് അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ മീൻ എന്ന് പറഞ്ഞാൽ 57 ആണ്. ഫൈൻഡ് ദ മീൻ സ്കോർസ് ഒബ്റ്റെയിൻഡ് ബൈ ബോത്ത് ദ ഗ്രൂപ്പ്സ് ടേക്കൺ ടു. അങ്ങനെയാണെങ്കിൽ
മൊത്തം രണ്ട് ഗ്രൂപ്പും കൂടി ഒരുമിച്ച് എടുത്താൽ കിട്ടുന്ന മീൻ എത്ര? ഇതാണ് കമ്പൈൻഡ് മീൻ. ഇവിടെ കമ്പൈൻഡ് മീൻ ഒന്നും ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല, നമുക്ക് മനസ്സിലാക്കണം ഇതിൽ കമ്പൈൻഡ് ആണെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ തന്നതെന്ന് കൊടുത്തേക്കാം. അപ്പൊ ആദ്യത്തേല് N1 കുട്ടികൾ അല്ലെ, അത് നമ്മൾ N1 കൊടുക്കും. 100 കുട്ടികളുണ്ട്. അതിലെ മീൻ എത്ര കിട്ടിയത്? 100 കുട്ടികളുടെ മാർക്കിന്റെ മീൻ 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്തത് N2 ആണ്. N2 എത്ര കുട്ടികളുണ്ട്? 200 കുട്ടികളുണ്ട്. അവരുടെ മീൻ എന്താണ്? X2 ബാർ എന്ന് വിളിക്കാം 200 അല്ല, സോറി, അതിന്റെ മീൻ 57. ഇങ്ങനെ കിട്ടും. ഇപ്പൊ ഫോർമുല ഇതാണ്. എക്സ് ബാർ ഇസ് കമ്പൈൻഡ് AMന്റെ ഫോർമുല അതാണ്. കമ്പൈൻഡ് അരിത്മെറ്റിക്കിന്റെ ഫോർമുല എക്സ് ബാർ എന്താണ്? ഇതാണ്. ഇപ്പൊ N1 X1 ബാർ, N1 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു X1 ബാർ ആണ് 50. 100 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? ഇതിന്റെ ടോട്ടൽ കിട്ടി, ടോട്ടൽ മാർക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ N2 X2 ബാർ, N2 X2 ബാർ ആണ് 200 ഇൻറ്റു 57 ഡിവൈഡ് ബൈ ടോട്ടൽ N1 പ്ലസ് N2. ആകെ രണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് ഗ്രൂപ്പിന്റെയും ടോട്ടൽ N1 പ്ലസ് N2 100 പ്ലസ് 200. ഇത് ചെയ്താൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആവറേജ് കിട്ടും 54.67. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 54.67 എന്ന് നമുക്ക് എന്ത് കിട്ടും? കമ്പൈൻഡ് AM കിട്ടും. സിമ്പിൾ ആണ്. രണ്ട് ഗ്രൂപ്പിന്റെ രണ്ട് ടോട്ടൽ ചെയ്യാം, രണ്ട് ടോട്ടൽ കൂട്ടാം, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മീനിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് കമ്പൈൻഡ് മീൻ കാണാൻ. ഓക്കെ. ഇത് ഇത്ര എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ മീൻ വെയിറ്റ് ഓഫ് 150 സ്റ്റുഡൻസ് ഇൻ എ സർട്ടൻ ക്ലാസ് ഈസ് 50. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 150 കുട്ടികളുണ്ട്. ടോട്ടൽ 150 കുട്ടികളുണ്ട്. അവിടെ അവരുടെ മീൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് മീൻ, ടോട്ടൽ മീൻ എന്ന് പറഞ്ഞാൽ 60 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ 150 കുട്ടികളുടെ മീൻ 60 എന്ന് തന്നിട്ടുള്ളൂ. പിന്നെ പറയാണ് ദ മീൻ വെയിറ്റ് ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ് ഈസ് 70 kilograms ആൻഡ് ദാറ്റ് ഓഫ് ഗേൾസ് ഈസ് 55 kilograms. അപ്പൊ എന്തായി? ഈ 150ന്റെ ഉള്ളിൽ ബോയ്സും ഗേൾസും ഉണ്ട്. അപ്പൊ ബോയ്സിനെ നമ്മൾ N1 എന്ന് വിളിക്കാം, ഗേൾസിനെ N2 എന്ന് വിളിക്കാം. അപ്പൊ N1 N2 ചേർന്നാൽ 150 ടോട്ടൽ. ഈ 150 കുട്ടികളുടെ മീനാണ് 60 എന്ന് പറയുന്നത്. അപ്പൊ അതില് കുറച്ച് ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഗേൾസിന്റെയും ബോയ്സിന്റെ എണ്ണം നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ബോയ്സിന്റെ ആവറേജ് X1 ബാർ എന്ന് വിളിക്കാം. N1 ആണ് ബോയ്സിനെ വിളിക്കുന്നത്. X1 ബാർ ഒന്നാമത്തെ മീന് എന്ന് അറിയാനാണ് X1 ബാർ എന്ന് കൊടുത്തത്. അത് 70 ആണ്. അപ്പൊ രണ്ടാമത്തെ മീന് N2നെ നമ്മൾ ഗേൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ടാമത്തെ മീനായിട്ട്. അപ്പൊ അതിനെ നമ്മൾ X2 ബാർ എന്ന് വിളിക്കാം. X2 ബാർ 55 ആണ്. X2 ബാർ ഇത് ഗേൾസ്, ഇത് ബോയ്സ്. N1നെ ബോയ്സ് വിളിക്കാം, N2നെ ഗേൾസിന്റെ എണ്ണാണ്. അപ്പൊ X2 ബാർ ഗേൾസിന്റെ ആവറേജ് വെയിറ്റ് 55. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ ഈ 150 എത്ര ബോയ്സ് ഉണ്ട്, എത്ര ഗേൾസ് ഉണ്ട്, അതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത്തരം എക്സാമിന് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും ഉണ്ടാവാറ്. കാരണം ഡയറക്റ്റ് കമ്പൈൻഡ് മീൻ ചോദിച്ചോളണമെന്നില്ല, ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് തന്നത് കാര്യങ്ങൾ ഇതുപോലെ എടുത്തേര്. ഇത് ഇനി പറയേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ഫോർമുലയാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ എക്സ് ബാർ എത്ര കമ്പൈൻഡ് മീൻ തന്നിട്ടുണ്ടല്ലോ, എത്ര? 60 ആണ്. ഇതാണ് എക്സ് ബാർ അല്ലെ. അപ്പൊ ഈ എക്സ് ബാറിന് പകരം ഞാൻ 60 എന്ന് കൊടുക്കുകയാണ്. 60 is equal to പിന്നെ N1 into X1 ബാർ. N1 തന്നിട്ടില്ല, കാണേണ്ട സാധനമാണ് അല്ലേ. അപ്പൊ N1 into X1 ബാർ എന്ന് എഴുതണം. X1 ബാർ തന്നിട്ടുണ്ടല്ലോ 70 അല്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കാര്യം ചെയ്യാം. ഈ N1ഉം N2 ചേർന്നിട്ടാണല്ലോ 150. അങ്ങനെയാണെങ്കിൽ ഗേൾസിനെ N2 സമം ഈ N1നെ ഈക്വലിന്റെ ഇപ്പുറം എടുക്കണം. അപ്പൊ ഇവിടെ 150 ഓൾറെഡി ഉണ്ട്. N1 പ്ലസ് N2ൽ 150 ഉണ്ട്. ഇതിൽ N2 ഇസ് ഈക്വൽ ടു ഈ N1 ഇവിടെ വരുമ്പോൾ 150 മൈനസ് N1 അല്ലേ. ഓക്കെ. ഇങ്ങനെ N2ന് പകരം എന്തായിപ്പോ N2 സമം 150 മൈനസ് N1. ഇതൊന്നുമില്ല. അതായത് N2 ഗേൾസ് ആണ്. ഗേൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 150 ആളുകൾ, ബോയ്സിന്റെ എണ്ണം കുറച്ചതായിരിക്കുമല്ലോ, അതാണ്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ അത് ചെറിയ മാറ്റം വരുത്താണ്. കാരണം ഒറ്റ വേരിയബിൾ അൺനോൺ ആയാൽ നമുക്ക് കണ്ടെത്താൻ ഈസിയാണ്. അതിന് വേണ്ടിയിട്ടാണ് N1 N2 ഒക്കെ ഒറ്റ ടേമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ N1 നമുക്ക് അറിയില്ല. അപ്പൊ N1നെ അതുപോലെ ഇടാം. X1 ബാർ എത്രയാണ്?
x1 ബാർ എന്ന് പറഞ്ഞാൽ 70 ആണ്. 70 ഇൻറ്റു n1 എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ എഴുതാം. n1 ഇൻറ്റു 70 അല്ലേ, പ്ലസ് n2 ഇൻറ്റു x2 ബാർ ആണ് അല്ലേ, n2 ഇൻറ്റു x2 ബാർ ആണ്. അപ്പൊ x2 ബാർ നമുക്ക് അറിയാം ആദ്യം എഴുതാം 55 ഇൻറ്റു x2 ബാർ n2 എന്താണ്, n2 സമം ഇങ്ങനെ എഴുതാം. n2 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ എന്ത് 150 n1 കുറച്ചതാണല്ലോ n2 ഇങ്ങനെ എഴുതി. ഇപ്പോ ഡിവൈഡ് ബൈ താഴെ ഇനി എന്താ ഉള്ളത്, n1 പ്ലസ് n1 പ്ലസ് 2 നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ 150 കുട്ടികളാണ് ആകെ ക്ലാസ്സിലുള്ളത്. 18 കൊടുക്കാം. ഇപ്പൊ ഈ ടേമിൽ n1 എന്നുള്ള ടേം മാത്രമേ n2 ഇല്ലാതായി. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ ഈസിയാണ്. അപ്പൊ അതാണ് ഞാൻ ചെയ്തത്. ഇത് മനസ്സിലായല്ലോ. ബോയ്സ് വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അങ്ങനെ വെച്ചാൽ ഇവിടെ എക്സ് ആവുമ്പോഴേക്ക് എക്സ് ആവും, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ n1 തന്നെ കൊടുത്തതാണ്. ഇനി കാൽക്കുലേഷൻ നടത്താം. ഈ 150 ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ടോട്ടൽ ഡിവൈഡ് അല്ലേ, ഇത് ഇങ്ങോട്ട് ഡിവൈഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവും ഇൻറ്റു. അപ്പോൾ 60 ഇൻറ്റു 150 ഈസ് ഈക്വൽ ടു ഇവിടെ അതുപോലെ 70 n1 പ്ലസ് 55നെ 150 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് 8250 ഇതവിടെ ഇൻറ്റു ചെയ്തു. ഇനി ഈ ബ്രാക്കറ്റ് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. അവിടെ മൈനസ് അവിടെ ഉണ്ട്. 55 n1 എന്നുണ്ടാവും. സോറി 55 ഇൻറ്റു n1 അല്ലേ, 55 ഇൻറ്റു n1 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് n1 എന്ന ടേം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇവിടെ വെക്കാം. ഇവിടെ 60 ഇൻറ്റു 150 ആണ്. 9000 60 ഇൻറ്റു 150 ഗുണിച്ചാൽ നമുക്ക് 9000 കിട്ടും. ഇനി ഇവിടെ n1 ഇല്ലാത്ത ടേമിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് 8250 is equal to ഇനി 70 n1 ഉം 55 മൈനസ് 55 n1 ഉണ്ട്. 70 മൈനസ് 55 n1 രണ്ടിൽ n1 ഒരേ ടൈമാണ്. അപ്പോൾ 70 n1 ൽ നിന്ന് 55 n1 കുറച്ചാൽ ബാക്കി എത്ര n1 ഉണ്ടാവും അതാണ് അറിയേണ്ടത്. ഓക്കെ, അത് അറിയുമ്പോൾ നമുക്കറിയാം 15 അല്ലേ, 15 n1 കിട്ടും. 15 n1 is equal to എന്താ, ഇത് മൈനസ് ചെയ്തപ്പോൾ കിട്ടാം 750 is equal to 15 n1 എന്ന് കിട്ടി. അപ്പോൾ n1 is equal to ഈ 15 ഇവിടെ ഇൻറ്റു അല്ലേ, ഈ ഈക്വലിൻ്റെ പുറത്ത് ഡിവൈഡ് ആവും. 750 ഡിവൈഡ് ബൈ 15 എന്നാവും. അപ്പോൾ നമുക്ക് n1 is equal to എത്ര കിട്ടാം, അപ്പോൾ 50 is equal to n1 എന്ന് കിട്ടും. അപ്പോൾ n1 is equal to 50 എന്ന് കിട്ടി. അപ്പോൾ n2 എന്തായിരിക്കും, 150 ആളേന്ന് n1 കുറച്ചത് എത്രയായിരിക്കും, 100 ആയിരിക്കും അല്ലേ. 100ഉം 50 ചേർന്നിട്ടാണ് ടോട്ടൽ കുട്ടികൾ. അപ്പോൾ ബോയ്സിന്റെ എണ്ണം എത്രയായി, ബോയ്സ് 50 കിട്ടി, ഗേൾസ് 100 കിട്ടി. അങ്ങനെയാണ് ടോട്ടൽ 150 സ്റ്റുഡൻസ്. ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെയും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോയ്സ് കിട്ടി, നമ്മുടെ ഗേൾസ് കിട്ടി. ഇതാണ് എക്സാമിൽ ചോദിച്ചത്. അപ്പോൾ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതോടുകൂടി കമ്പൈൻ ആവറേജ് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ അടുത്ത ക്ലാസ്സിൽ മീഡിയം മോഡൽ ഇവയൊക്കെ പഠിക്കാം.